ദില്ലി ദാലിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. സംഗീതമപി സാഹിത്യം, ഒരു പുസ്തകത്തിൻ്റെ വായനാനുഭവമാണ് ഈ ലക്കം ദില്ലി ദാലി. എഴുത്തുകാരിൽ സംഗീതം ആസ്വദിക്കുന്നവരെ നമുക്കറിയാം. സംഗീതം ആസ്വദിക്കാത്തവർ മനുഷ്യകുലത്തിൽ തന്നെ പൊതുവെ കുറവാണെന്നതും നമുക്കറിയാം. ഇഷ്ടപ്പെടുന്ന സംഗീതത്തിൻ്റെ രീതികളിൽ തീർച്ചയായും ഒരു മനുഷ്യനിൽ നിന്നും മറ്റൊരാളിൽ വ്യത്യാസമുണ്ടാകുമെങ്കിലും സംഗീതം സ്വാധീനിക്കാത്ത ഒരു മനുഷ്യനെയും എൻ്റെ ഇക്കാല ജീവിതത്തിൽ ഇതുവരെ എനിക്ക് കണ്ടെത്താനായിട്ടില്ല. എഴുത്തുകാരിൽ സംഗീതം ആസ്വദിക്കുന്നവരെ നമുക്കറിയാം എന്ന വാചകത്തോടെ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയതിൻ്റെ തന്നെ കാരണം, ഇന്ന് ഞാൻ സംസാരിക്കുവാൻ പോകുന്നത് ഒരു വലിയ എഴുത്തുകാരൻ എഴുത്തിലൂടെ അല്ലാതെ എന്നെ ഞെട്ടിച്ച ഒരു സംഭവത്തെക്കുറിച്ച് പറയാനൊരുമ്പെടുന്നത് കൊണ്ടാണ്. സമകാലിക ലോക സാഹിത്യത്തെക്കുറിച്ച് ഏകദേശ ധാരണകൾ ഉള്ളവർക്ക് പോലും സുപരിചിതനായ നോവലിസ്റ്റാണ് ഹരൂക്കി മുറകാമി എന്ന ജാപ്പനീസ് എഴുത്തുകാരൻ. 1979 ഇറങ്ങിയ ആദ്യ നോവൽ ഹിയർ ദ വിൻഡ് സിംഗ് മുതൽ എ വൈൽഡ് ഷീപ്പ് ചേസ്, നോർവീജിയൻ വുഡ്, ഡാൻസ് ഡാൻസ് ഡാൻസ്, കാഫ്ക ഓൺ ദ ഷോർ തുടങ്ങി നിരവധി നോവലുകളിലൂടെയും ഒട്ടനേകം ചെറുകഥകളിലൂടെയും മനോഹരങ്ങളായ മറ്റു ഗദ്യങ്ങളിലൂടെയും ലോകമാകമാനം അനുവാചകരുള്ള മുറകാമിയുടെ സംഗീതത്താൽ അലംകൃതമായ അഭിരുചികളെ അനാവൃതമാക്കുന്ന ഒരു കൃതിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. മുറകാമിയും പ്രശസ്ത പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതജ്ഞനായ സെയ്ജി ഒസാവയും കൂടി സംഗീതാനുഭവത്തെക്കുറിച്ച് നടത്തിയ സുദീർഘ സംഭാഷണങ്ങൾ ക്രോഡീകരിച്ചതാണ് 329 പേജുള്ള ഈ പുസ്തകം. അബ്സല്യൂട്ട്ലി ഓൺ മ്യൂസിക്, സംഗീതത്തെക്കുറിച്ച് മാത്രം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. പുസ്തകത്തിൽ അനുബന്ധമായി ചേർത്തിട്ടുള്ള കുറിപ്പിൽ ഒസാവ പറയുന്നുണ്ട്, സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ തനിക്കുണ്ട് എന്ന്. പക്ഷേ ഹരൂക്കി എൻ്റെ വെളിവിൻ്റെ അതിരുകൾക്കപ്പുറത്തേക്ക് എന്നെ കൊണ്ടുപോകുകയായിരുന്നു. അദ്ദേഹം സംഗീതത്തെ ഇഷ്ടപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, അദ്ദേഹത്തിന് സംഗീതം അറിയാം. സൂക്ഷ്മാംശങ്ങൾ, ഏറ്റവും പഴയ ശബ്ദലേഖനങ്ങൾ, പഴയ സംഗീതജ്ഞർ. അതിശയകരമാണ് മുറകാമിയുടെ സംഗീതത്തിലുള്ള അറിവ് എന്നാണ് സെയ്ജി ഒസാവ പറയുന്നത്. ഇനി ആരാണ് ഈ സെയ്ജി ഒസാവ എന്നത് അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ലാത്തവരുടെ ധാരണയ്ക്ക് വേണ്ടി മാത്രം ഞാൻ പറയാം. 29 കൊല്ലങ്ങൾ ബോസ്റ്റൺ സിംഫണി ഓർക്കസ്ട്രയുടെ തലവനായിരുന്നു അദ്ദേഹം. ടൊറന്റോ, സാൻ ഫ്രാൻസിസ്കോ തുടങ്ങിയ സിംഫണി ഓർക്കസ്ട്രകളുടെയും തലവനായിരുന്നു. ഇപ്പോൾ ഈ 2021 അദ്ദേഹത്തിന് 86 വയസ്സുണ്ട്. അർബുദ രോഗബാധിതനാണ് എന്നറിഞ്ഞതിന് ശേഷം ഒസാവ മുറകാമിക്ക് നൽകിയ ഒരു അഭിമുഖമാണ്. 6 ഘട്ടങ്ങളായി നടത്തിയ അഭിമുഖങ്ങളാണ് ഈ പുസ്തകം. മുറകാമി സംഗീതാഭ്യസനം ചെയ്തിട്ടില്ല. എന്നിട്ടും ആ ചെവികളുടെ സംഗീതത്തിനായുള്ള സൂക്ഷ്മ അന്വേഷണം നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. പാശ്ചാത്യ സംഗീതം കേട്ട് ശീലിച്ചവർക്കായിരിക്കാം ഒരുപക്ഷെ ഈ പുസ്തകം കൂടുതൽ ആസ്വദിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുക. എന്നാൽ അത്തരം അനുശീലനം ലഭിക്കാത്തവരെയും ഈ പുസ്തകം അപാരമായി ആകർഷിക്കുന്നു. ഇത് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. കാരണം എനിക്ക് പാശ്ചാത്യ സംഗീതം കേട്ട് അത്ര അനുഭവശീലം ഇല്ല. പ്രത്യേകിച്ച് ഹരൂക്കി മുറകാമി അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്ന ഒട്ടുമിക്ക സംഗീതത്തിൻ്റെയും ശബ്ദലേഖനം പുസ്തകത്തിൻ്റെ പേജ് നമ്പർ കാണിച്ച് നമുക്കായി നൽകിയിരിക്കുന്നതിനാൽ ഈ പുസ്തകത്തിൻ്റെ വായന ഒരു ശ്രവ്യാനുഭവം കൂടിയാണ്. ഞാൻ അങ്ങനെയാണ് ഈ പുസ്തകം വായിച്ചു തീർത്തത്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊളംബിയ സിംഫണി ഓർക്കസ്ട്രയ്ക്ക് വേണ്ടി മോർട്ടൻ ഗൗൾഡും ലിയോനാർഡ് ബെർൻസ്റ്റൈനും കൂടി 1960 അവതരിപ്പിച്ച ബീഥോവൻ്റെ 3ാം പിയാനോ കോൺസെർട്ടാണ്. ഈ സംഗീതത്തെക്കുറിച്ചാണ് ഈ പുസ്തകത്തിലെ ദീർഘമായ 1ാം സംഭാഷണം.
2010 നവംബർ 16 ടോക്കിയോയിലെ മുറകാമിയുടെ വീട്ടിൽ ഈ സംഭാഷണം അവർ നടത്തിയത്. ബിഥോവൻ 1800 രചിച്ച സംഗീത ശില്പമാണ് ഇത് എന്ന് കരുതപ്പെടുന്നു. 1803 ഇത് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടതെങ്കിലും ഇന്ത്യൻ ശാസ്ത്രീയ സംഗീത സദസ്സുകളിൽ നമുക്ക് സംശയമൊന്നുമില്ല, പ്രധാന കലാകാരിയോ കലാകാരനോ ആണ് കച്ചേരിയുടെ വിധിയോ ഗതിയോ നിർണയിക്കുന്നത് എന്നത്. എന്നാൽ പാശ്ചാത്യ ശാസ്ത്രീയ സംഗീത കച്ചേരിയിൽ ഒരു തർക്കമുണ്ട് കാലാകാലങ്ങളായി. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ കേട്ട ബീഥോവൻ്റെ 3ാം പിയാനോ കോൺസേർട്ടിൻ്റെ കാര്യം തന്നെ എടുക്കാം. അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ മുറകാമി സംഗീത സംവിധായകൻ അല്ലെങ്കിൽ കണ്ടക്ടർ ആയ ബെൻസ്റ്റൈൻ്റെ വാക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ആരാണ് ഇത്തരം കച്ചേരികളിലെ ബോസ് അഥവാ തലവൻ? സോളോയിസ്റ്റാണോ അതോ കണ്ടക്ടറാണോ? ബെൻസ്റ്റൈൻ പറയുന്നത് ചിലപ്പോൾ ഒരാളാകാം, മറ്റു ചിലപ്പോൾ മറിച്ചുമാകാം എന്നാണ്. പിയാനോ വായിക്കുന്ന ഗോൾഡും ബെൻസ്റ്റൈനും തമ്മിൽ ബിഥോവൻ്റെ പിയാനോ സംഗീത ശില്പത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് കച്ചേരിക്ക് മുൻപേ അദ്ദേഹം ഇങ്ങനെയൊരു മുഖവുര പകുതി ചിരിച്ചും പകുതി കലഹിച്ചും പറഞ്ഞത്. എന്നാൽ ഒസാവ മുറകാമിയോട് പറയുന്നത് ഒരു കച്ചേരിക്ക് തൊട്ടു മുൻപേ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഒരു നല്ല കാര്യമല്ല എന്നാണ്. എൻ്റെ മനസ്സിലൂടെ പോയത് കർണാടക സംഗീത കച്ചേരികളിൽ വളരെ വിരളമായിട്ടാണെങ്കിലും പ്രമുഖർ വേദിയിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമാണ്. ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു വിഷമമുണ്ടായതും കൂടി ഞാൻ ഈ സമയത്ത് പറയാം. വളരെ ക്ഷമാപൂർവം അതീവ ശ്രദ്ധയോടുകൂടി പാട്ട് കേൾക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ ഉണർന്നിരിക്കുന്ന വേളകളിൽ ഒറ്റയ്ക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു സംഗീതം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അതെൻ്റെ ഒരു ശീലമാണ് പതിറ്റാണ്ടുകളായിട്ട്. എങ്കിലും സംഗീതം ഒരു ഗുരുമുഖത്തു നിന്നും പഠിക്കാത്തതിൻ്റെ കുറവ് എൻ്റെ സംഗീതാസ്വാദനത്തിലുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. 3 പ്രാവശ്യം ഞാൻ പഠിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ പല സാഹചര്യങ്ങളാൽ അത് മുന്നോട്ട് പോയില്ല. മുറകാമി ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടില്ല. പക്ഷേ വെറും ഒരു സാധാരണക്കാരൻ എന്ന മട്ടിൽ വിവിധ ബിഥോവൻ, സ്ട്രാവിൻസ്കി, മെഹ്ലർ, ബ്രാംസ് ശില്പങ്ങളെക്കുറിച്ച് ഇരുത്തം വന്ന സംഗീതജ്ഞനായ സെയ്ജി ഒസാവയുമായി അദ്ദേഹം സംസാരിക്കുമ്പോൾ പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ സൂക്ഷ്മാംശങ്ങൾ കരതലാമലകം പോലെ മുറകാമിക്ക് വഴങ്ങുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നാം അങ്ങനെ അത്ഭുതപ്പെട്ടു പോകുന്നു. എന്നിട്ടും മുറകാമി സംഗീതം അഭ്യസിക്കുവാൻ കഴിയാത്തതിൽ വ്യസനം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഒസാവ തിരിച്ചു പറയുന്നുണ്ട്, ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചാൽ സംഗീതാസ്വാദനത്തിനുണ്ടാകുന്ന ഗുണപരമായ മാറ്റത്തെക്കുറിച്ച്. സംഗീതത്തെക്കുറിച്ചുള്ള മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുൻപേ പുസ്തകത്തിലെ ചില ഭാഗങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. സംഗീത ചർച്ചകളിൽ ഇടവേളകളായി വരുന്ന ചില ഭാഗങ്ങളാണിവ. ഒന്ന് മാനിക് മ്യൂസിക് കളക്ടേഴ്സിനെ കുറിച്ചാണ്. ഭ്രാന്ത് കയറി പഴയ സംഗീത റെക്കോർഡിങ്സ് സമാഹരിക്കുന്നവരെ നമുക്കറിയാം. പഴയ LP റെക്കോർഡുകളും കവറുകളുമൊക്കെ വാങ്ങിക്കൂട്ടുന്നവർ എനിക്ക് തന്നെ നിരവധി പരിചയക്കാരുണ്ട്. മലയാള ചലച്ചിത്രഗാനങ്ങളും തമിഴ് ചലച്ചിത്രഗാനങ്ങളും ഹിന്ദുസ്ഥാനി, കർണാടക ശാസ്ത്രീയ സംഗീതവും എല്ലാം അതിൻ്റെ പഴയ റെക്കോർഡുകൾ വാങ്ങിക്കൂട്ടുന്നവർ, അതിനുവേണ്ടി വലിയ പണം ചെലവഴിക്കുന്നവർ. മുറകാമിയും ഒസാവയും സൂചിപ്പിക്കുന്നവർ പാശ്ചാത്യ ലോകത്തെ ഇത്തരത്തിലുള്ള ധനികരായ മാനിക് മ്യൂസിക് കളക്ടേഴ്സാണ്. ഇത്തരത്തിലുള്ളവർ ജീവിതത്തിൽ വലിയ തിരക്കുള്ളവരാണെന്നും അവർ വെറുതെ പാട്ടുകൾ വാങ്ങിക്കൂട്ടുക മാത്രമാണെന്നും പാട്ട് കേൾക്കാത്തവരാണെന്നും പാട്ടിൻ്റെ സംസ്കാരം ലഭിക്കുവാൻ ഭാഗ്യമില്ലാതായി പോയവരാണെന്നും മുറകാമി ഈ പുസ്തകത്തിൽ പറയുന്നു. സംഗീതം വെറുമൊരു ശബ്ദമല്ല എന്നും അത് ഒരാശയമാണെന്നും അദ്ദേഹം പറയുന്നു. ഇനി ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് പോകട്ടെ. സംഗീതം ഇഷ്ടമുള്ള ഒരു എഴുത്തുകാരന് എഴുത്തിൽ അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് മുറകാമി ഒസാവയോട് പറയുന്ന ഭാഗമാണിത്. ഒസാവയാകട്ടെ പഠിക്കുമ്പോൾ പോലും സാഹിത്യത്തിൽ ഒരു താല്പര്യവും ഉള്ള ആളായിരുന്നില്ല. ക്ലാസ്സിൽ ജെയിംസ് ജോയ്സിനെ പഠിപ്പിക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്ന കാര്യവും ഒസാവ പറയുന്നുണ്ട്. സാഹിത്യത്തിൽ കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ, വിശ്വസാഹിത്യം കുറച്ചുകൂടി അറിയാമായിരുന്നെങ്കിൽ അത് സംഗീത പ്രകാശനത്തിൽ ഒരു സംഗീതജ്ഞനെ സഹായിക്കുമായിരുന്നോ എന്നെങ്കിലും അതും കൂടി ഒന്ന് അന്വേഷിക്കണമെന്ന് ഈ പുസ്തകം എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. പുസ്തകത്തിലെ 2ാം സംഭാഷണം 2011 ജനുവരി 13 നടക്കുന്നത്.
നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബ്രാംസ് സിംഫണി 1 ആണ്. ജർമ്മൻ കാൽപ്പനിക കാലഘട്ടത്തിലെ സംഗീതജ്ഞനായിരുന്നല്ലോ യോഹാൻസ് ബ്രാംസ്. സെബാസ്റ്റ്യൻ ബാഹ്, ബീഥോവൻ എന്നിവരോട് ചേർത്ത് 3 വലിയ ബികളിൽ 3 ബിഗ് ബീസ് അവയിൽ പരിഗണിക്കപ്പെട്ടു പോരുന്ന സംഗീതജ്ഞനാണ് ബ്രാംസ്. ഈ സംഭാഷണത്തിൽ ലോകത്തിലെ സംഗീതശാലകളിൽ വന്ന മാറ്റങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്യുന്നുണ്ട്. 30 കൊല്ലങ്ങൾക്ക് മുൻപ് ബോസ്റ്റൺ സിംഫണിയിൽ കോൺസേർട്ട് അവതരിപ്പിക്കുമ്പോൾ താഴത്തെ നിലയിലെ സബ്വേയിലെ ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു എന്ന് ഒസാവ പറയുന്നു. കോൺസേർട്ട് നടക്കുമ്പോൾ 4-5 തവണയെങ്കിലും തീവണ്ടികൾ പോകുന്ന ശബ്ദം കേൾക്കാമായിരുന്നു എന്നാണ് ഒസാവ പറയുന്നത്. ഇക്കഴിഞ്ഞ നവരാത്രി ആഘോഷകാലത്ത് ഒരു പ്രമുഖ കർണാടക സംഗീതജ്ഞൻ കേരളത്തിലെ ഒരു അമ്പലത്തിൽ പാടുമ്പോൾ പിന്നിൽ ക്ഷേത്രത്തിലെ വെടിവഴിപാട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാമായിരുന്നു. കച്ചേരിക്ക് ശേഷം ഞാൻ ചോദിച്ചു, എങ്ങനെ നിങ്ങൾക്ക് ഈ വെടിവഴിപാടിനിടയിൽ ഭൈരവി പാടാൻ കഴിയുന്നു എന്ന്. അദ്ദേഹം പറഞ്ഞു, അതൊക്കെ ഒരു ശീലമായി പോയി എന്ന്. ഈ അധ്യായത്തിലാണ് ഒരു ഓർക്കസ്ട്രയിലെ സംഘാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണകളെക്കുറിച്ച് ഒസാവ മുറഗാമിയോട് സംസാരിക്കുന്നത്. ചില സംഘങ്ങളിൽ റിഹേഴ്സൽ സമയത്ത് ആളുകൾ തമ്മിൽ അത്യാവശ്യം സംസാരിക്കാനൊക്കെ അനുവദിക്കും. എന്നാൽ ചില സംവിധായകർ ഇല്ലേ അനങ്ങാൻ പോലും സമ്മതിക്കില്ല. ഒസാവ തന്നെ പറയുന്നത് ചെറുപ്പകാലത്ത് താൻ സംഘാംഗങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യവും നൽകാറില്ലായിരുന്നു എന്നും ഇപ്പോൾ പ്രായമായപ്പോൾ ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിക്കും എന്നുമാണ്. ഒരു കാര്യം കൂടി പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കട്ടെ. ഒസാവയോട് മുറഗാമി സ്ത്രീ പിയാനിസ്റ്റുകളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അവർ കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് പോലെ തോന്നുന്നു എന്ന് മുറഗാമി പറഞ്ഞപ്പോൾ ഒസാവ അത് അംഗീകരിക്കുകയാണ്. ഒസാവ പറയുന്നത്, അവസരം നൽകിയാൽ ജീവിതത്തിൽ ഏതു മേഖലയിൽ അവസരം നൽകിയാൽ സ്ത്രീ പുരുഷനെ അപേക്ഷിച്ച് കൂടുതൽ ധൈര്യമുള്ളയാളാണ് എന്നാണ്. ബ്രാംസിൻ്റെ സംഗീതം ചർച്ച ചെയ്യുമ്പോൾ ഒസാവ തൻ്റെ ഗുരുവായിരുന്ന പ്രൊഫസർ സൈച്ചോയെ ഉദ്ധരിച്ചു പറയുന്നു, സംഗീതം ആത്മപ്രകാശനമാണ്, അഭ്യസിച്ചത് അവതരിപ്പിക്കുന്നതല്ല സംഗീതമെന്ന്. ഇനി മൂന്നാമത്തെ സംഭാഷണത്തിലേക്ക് പോകാം. യൗവനകാലത്ത് ഒസാവ അനുഭവിച്ച വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഈ അധ്യായത്തിൽ പറയുന്നു. ഒരു നല്ല ബാറ്റൺ, നമുക്കറിയാം പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതം ത്തിൻ്റെ സംവിധായകർ കണ്ടക്ടേഴ്സ് അവതരിപ്പിക്കുന്ന സമയത്ത് കയ്യിൽ പിടിക്കുന്ന വടി, അതാണ് ബാറ്റൺ. ഒരു നല്ല ബാറ്റൺ ഇല്ലാതെ കഷ്ടപ്പെട്ടതും ധനികനായിരുന്ന ഒരു സംവിധായകൻ്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ നിരവധി ബാറ്റനുകളിൽ ഒന്നു മാത്രം മോഷ്ടിച്ചതും ആ ധനിക കമ്പോസറിൻ്റെ സെക്രട്ടറി അത് കണ്ടുപിടിച്ചതും നാണം കെട്ടതും ഒക്കെ ഒസാവ പറഞ്ഞിരിക്കുന്നു. ഈ അധ്യായത്തിൽ മുറഗാമി താൻ സാധാരണ എഴുതുന്ന സമയം എന്താണെന്ന് പറയുന്നുണ്ട്. നോവലുകൾ എഴുതുന്ന സമയത്ത് രാവിലെ 4 മുതൽ എഴുതി തുടങ്ങുമെന്നാണ് അദ്ദേഹം പറയുന്നത്. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അത് വായിച്ചപ്പോൾ എനിക്ക് ഉണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബെൻസ്റ്റൈൻ എന്ന പ്രമുഖ സംഗീത സംവിധായകൻ ചെയ്ത ബീഥോവൻ ഫിഡേലിയോ ആണ്. ബീഥോവൻ ചെയ്ത ഒരേയൊരു ഓപ്പറ ആണ് ഫിഡേലിയോ. 1814 വിയന്നയിലാണ് ഇത് ആദ്യം അവതരിപ്പിക്കപ്പെട്ടത്.
5 കൊല്ലങ്ങൾക്ക് മുൻപ് വിയന്നയിൽ ബീഥോവനും മൊസാർട്ടും ഒക്കെ നടന്ന, അവർ ജീവിച്ച വീടുകളിലും അവർ കയറിയിറങ്ങിയ പടവുകളിലൂടെയും അവർ സംഗീത സദസ്സുകൾ നടത്തിയ ഹോളുകളിലൂടെയും കയറിയിറങ്ങാൻ വലിയ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. മൊസാർട്ടിൻ്റെ വീട്ടിനകത്ത് കയറിയപ്പോൾ ആരുമില്ലാത്ത ഒരു സമയത്ത് ആ തറയിൽ ഞാൻ ചുംബിക്കുകയുണ്ടായി. വിയന്നയിൽ വെച്ചുള്ള ഗുസ്താവ് മെഹ്ലറുടെ അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒസാവ പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ ഈ സമയത്ത് പറയാം. അക്കാലത്ത് 3 പ്രധാന ജൂത സർഗപ്രതിഭകൾ വിയന്നയിൽ അനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു: മെഹ്ലർ, കഫ്ക, പ്രൂസ്റ്റ്. എന്നാൽ ആ കാലത്തിൻ്റെ സാംസ്കാരിക പരിസരങ്ങൾ, അരികുകളിൽ നിന്ന് അവർ എങ്ങനെ അപാരമായി രൂപപ്പെടുത്തി എന്നും ഒസാവയും മുറകാമിയും ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നു. 4-ാം സംഭാഷണത്തിൽ ഓപ്പറകൾ ചെയ്യുന്നതിലെ ആഹ്ലാദത്തെക്കുറിച്ചും അവസാനത്തെ അധ്യായത്തിൽ സംഗീതാധ്യാപനത്തിലെ പ്രധാന പാഠങ്ങളെക്കുറിച്ചുമാണ് അവർ ചർച്ച ചെയ്യുന്നത്. സംഗീതാധ്യാപനത്തിൽ ഒരു മാതൃകാ രീതി ഇല്ല എന്ന് ഒസാവ പറയുന്നു. യാത്രയിൽ പലതും സ്വാംശീകരിക്കാനുള്ള ആർജവമാണ് ഒരു ഗുരു നൽകേണ്ടതെന്നും മുറകാമിയും ഒസാവയും പറഞ്ഞു വയ്ക്കുന്നു. അടുത്ത കാലത്ത് ഞാൻ സശ്രദ്ധം വായിച്ച ഒരു പുസ്തകത്തിൻ്റെ വായനാനുഭവം പാശ്ചാത്യ സംഗീത രീതികൾ പരിചയമില്ലാത്ത ഒരു ശ്രോതൃമണ്ഡലത്തോട് പറയുവാനുള്ള ഒരു വിനീത ശ്രമമായിരുന്നു ഈ പോഡ്കാസ്റ്റ്. ഞാനതിൽ പരാജയപ്പെട്ടെങ്കിൽ കാരണം എൻ്റെ കഴിവുകേടാണ്. പുസ്തകം ഒരു അസാധാരണ പുസ്തകമാണ്. ഒരു വലിയ സാഹിത്യകാരൻ്റെ അത്ഭുതപ്പെടുത്തുന്ന സംഗീത ബോധ്യങ്ങൾ ഒരു വലിയ സംഗീതജ്ഞനുമായി പങ്കുവയ്ക്കുന്ന അപൂർവ അനുഭവമാണ് ഈ പുസ്തക വായന. ഈ പോഡ്കാസ്റ്റ് അവസാനിക്കുകയാണ്. ഞാൻ സ്ട്രാവിൻസ്കിയുടെ പ്രശസ്തമായ ദ റൈറ്റ് ഓഫ് സ്പ്രിംഗ് സെയ്ജി ഒസാവ അവതരിപ്പിച്ചത് നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. ലോകപ്രശസ്തമായ നൃത്താവിഷ്കാരങ്ങളും ദ റൈറ്റ് ഓഫ് സ്പ്രിങ്ങിനുണ്ടായിട്ടുണ്ട്. റഷ്യൻ കമ്പോസർ ഇഗോർ സ്ട്രാവിൻസ്കി 1913 എഴുതിയതാണ് ഈ ബാലെ ആൻഡ് ഓർക്കസ്ട്രൽ കോൺസെർട്ട്. ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം പുതിയ രാഷ്ട്രമായ സോവിയറ്റ് യൂണിയൻ ഉണ്ടായപ്പോൾ അവരുടെ അഭിമാന സംഗീതമായി ലോകമെങ്ങും അവർ അവതരിപ്പിച്ചു പോന്നതുമാണ് ദ റൈറ്റ് ഓഫ് സ്പ്രിംഗ്.
സംഗീതമപി സാഹിത്യം. ദില്ലി ദാലിയുടെ ഈ ലക്കം ഇവിടെ സമാപിക്കുന്നു. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ.